ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്നുള്ളത് മത്തി ഇട്ടിട്ടുണ്ട്. നല്ല ഉണ്ട മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മുളകിട്ട് കറി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള എടുത്തിട്ട് കറി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെക്കാനുള്ള കറി. അപ്പോൾ ഞാൻ ചെറുള്ളി എടുക്കുന്നത് വലിയ ചെറുള്ളിയാണ് കേട്ടോ. ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി അത്രയൊന്നും എടുക്കൂല കേട്ടോ. ഒരു 3 ഇല്ലി എടുക്കുള്ളൂ. പിന്നെ നല്ല മത്തി അവിടെ കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തിൻ്റെ പഞ്ഞയും കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ വെക്കാറ്റിയില്ല. പിന്നെ ഞാൻ നല്ല ഉള്ളി സാമ്പാറും ഉണ്ടാക്കി, ദോശയും ഉണ്ടാക്കി. അങ്ങനെ വെറുതെ വെച്ച പണ്ടായി കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ 4 ഇല്ലി എടുക്കുള്ളൂ കേട്ടത്, ഫുള്ള് എടുക്കൂല. അങ്ങനെ കാണിച്ചാൽ തന്നുള്ളൂ കേട്ടോ. ഇവിടെ ഇടയ്ക്ക് മത്തി തേങ്ങ അരക്കലുണ്ട് കേട്ടോ. ഇനി ഞാൻ മുളക് ഒന്നുള്ളൂ. തേങ്ങ അരക്ക് കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ നല്ല മുളക് കറി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും കേട്ടോ. മുഖത്തൊക്കെ കൂടികൾ വന്നിപ്പോൾ നിറച്ചു. ഈ ലൈറ്റിൻ്റെ ഈ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ മുഖത്തൊക്കെ വെട്ടടിക്കുന്നില്ല. സാരമില്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനിപ്പുറത്ത് വെക്കുമ്പോൾ തീരെ എൻ്റെ ഫേസ് കാണില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കറിയൊക്കെ വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ടൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക. അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ഒരു തക്കാളി ഒന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടിയിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് നമ്മൾ തക്കാളിൻ്റെ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നന്നായി തിളക്കട്ടെ. അതിൻ്റെ ഇടയിലിൻ്റെ മുഖത്ത് പിമ്പിൾസൊക്കെ ഞാൻ കാണിക്കണം ഗായ്സ്. നല്ല വന്നിക്കണം മുഖത്ത്. പിന്നെ നമ്മളതാ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഗായ്സ്. അതിക്ക് അപ്പോൾ നമ്മൾ മത്തിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒരുമിച്ചാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായി തിളച്ചൊന്ന് കറി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അടച്ച് വെക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടി വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതാ നമ്മൾ മീനോടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഉള്ളി സാമ്പാറും രാവിലത്തെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അന്ന് ചോറ് കഴിച്ചത് കണ്ടോ. പിന്നെ നമ്മൾ മത്തിൻ്റെ ഉള്ളിലത്തെ പഞ്ഞീനുണ്ടല്ലോ, അത് സ്പെഷ്യലായിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി ഗൈസ്. റെസിപ്പി ഇവിടെയും പിന്നെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കുറേ ഉപ്പേരിയും കുറച്ച് ചോറും കൂടിയാണ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.